സംഗീത പ്രേമികൾക്ക് പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത പേരാണ് ഗോപി സുന്ദർ എന്നത്. ദേശീയ പുരസ്കാരമടക്കം നേടിയ സംഗീത സംവിധായകൻ. കേട്ടാലും കേട്ടാലും മതിവരാത്ത ഒട്ടനവധി ഹിറ്റ് പാട്ടുകൾ ഗോപി സുന്ദർ ഒരുക്കിയിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ബോളിവുഡിലുമെല്ലാം ഗോപി സുന്ദർ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. സംഗീത ലോകത്ത് നിറസാന്നിധ്യമാണ് ഗോപി സുന്ദർ. തൻ്റെ സംഗീതത്തിലൂടെ മാത്രമല്ല വ്യക്തിജീവിതത്തിലൂടെയും ഗോപി സുന്ദർ വാർത്തകളിൽ ഇടം നേടാറുണ്ട്. നേരത്തെ ഗായികമാരായ അഭയ ഹിരൺമയി, അമൃത സുരേഷ് എന്നിവരുമായുള്ള ഗോപിയുടെ പ്രണയബന്ധങ്ങളും ബ്രേക്കപ്പുമൊക്കെ വാർത്തയായിരുന്നു. ഗോപിയും അഭയും ഏറെക്കാലം ലിവിംഗ് ടുഗദർ ആയിരുന്നു. പിന്നീട് ഇരുവരും പിരിഞ്ഞു. ഇതിനുശേഷമാണ് ഗോപി അമൃതയുമായി അടുപ്പത്തിലാകുന്നത്. എന്നാൽ അത് അധികം നാൾ നീണ്ടു നിന്നില്ല. ഇതോടെ പിന്നീട് ഗോപി സുന്ദർ ഏത് പെൺകുട്ടിയുടെ കൂടെ നിന്നുള്ള ഫോട്ടോ പങ്കുവച്ചാലും സോഷ്യൽ മീഡിയ മോശം കമൻറ്റുകളുമായി എത്തുന്നത് പതിവായി മാറി. ഗോപി സുന്ദറിനൊപ്പം ഫോട്ടോകൾ പങ്കുവയ്ക്കാൻ സുഹൃത്തുക്കളായ പെൺകുട്ടികൾക്കും സാധിക്കാത്ത അവസ്ഥ. കഴിഞ്ഞ ദിവസം ഗോപി സുന്ദർ പങ്കുവച്ച ഫോട്ടോയും വലിയ ചർച്ചയായി മാറിയിരുന്നു. മോശം കമന്റുമായി എത്തിയവർക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാനും ഗോപി സുന്ദർ മറന്നില്ല. ഇതിനിടെയായിരുന്നു ഗോപി സുന്ദറിന്റെ ജന്മദിനം എത്തിയത്. താരത്തിന് ആശംസകളുമായി നിരവധി പേർ എത്തിയിരുന്നു. ഇക്കൂട്ടത്തിൽ ഒരാളായിരുന്നു താര നായർ. മോഡലും മുൻ മിസ് കേരള ഫൈനലിസ്റ്റും ബിസിനസ്സുകാരിയുമാണ് താര നായർ. താര ഗോപിക്ക് വേണ്ടി പങ്കുവച്ച പിറന്നാൾ ആശംസ പോസ്റ്റും വൈറലായി മാറിയിരുന്നു. ഗോപി സുന്ദറിനൊപ്പമുള്ള ചിത്രമുള്ള ഫോട്ടോ ഫ്രെയിമായിരുന്നു താരയുടെ സമ്മാനം. നിങ്ങളൊരു ജമ്മാണെന്നും കൂടെയുള്ളതിന് നന്ദിയെന്നും കുറിപ്പ് ഫോട്ടോയിലുണ്ടായിരുന്നു. അധികം വൈകാതെ ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു. ഗോപി സുന്ദറും താരയും പ്രണയത്തിലാണോ എന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ ചോദ്യം. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താര നായർ. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരയുടെ പ്രതികരണം. ഗോപിയും താരയും റിലേഷനിലാണോ എന്ന ചോദ്യത്തിനാണ് താര മറുപടി നൽകിയത്. ഗോപി എൻ്റെ നല്ല സുഹൃത്താണ്. ഒരു ഫോട്ടോ ഒരാളുടെ കൂടെ എടുത്തുവെന്ന് കരുതി അതൊരു റിലേഷൻഷിപ്പ് ആകുമോ? മെയ് 13-നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിറന്നാൾ. എന്നെ ക്ഷണിച്ചിരുന്നു. എന്നാൽ എനിക്ക് പോകാൻ സാധിച്ചില്ല. എൻ്റെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഗിഫ്റ്റ് ഹാമ്പറിങ്ങിൻ്റെ ഇൻസ്റ്റഗ്രാം പേജുണ്ട്. എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ പറയണം എന്ന് അവൾ പറയുമായിരുന്നു. ആ സമയത്താണ് എനിക്ക് ക്ഷണം വന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ എനിക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോൾ അവളോട് പറഞ്ഞു, താരനൊപ്പമുള്ള ഫോട്ടോ ഉണ്ടാകുമോ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ ഞാൻ കൊടുത്ത ഫോട്ടോയാണത്. ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. അതൊരു കോട്ടോടെ അവളുടെ പേജിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഞങ്ങളോട് കൊളാബ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാനും അദ്ദേഹവും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് താര പറയുന്നത്. അദ്ദേഹം ശരിക്കും ഒരു ജെം തന്നെയാണ്. സത്യത്തിന് ഒരു വാചകമേ ഉള്ളൂ, നുണയ്ക്ക് ഒരുപാടുണ്ടാകും എന്നാണ് എൻ്റെ ഡിക്ഷണറി. അതുതന്നെയാണ് ഗോപിയിലും കണ്ടത്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും താര വ്യക്തമാക്കിയിരുന്നു.